ഇത് ഈ പടം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായൊരു ക്യാരക്ടറാണ് ഈ പടം. മന്ദാഗ്നി എന്ന് പറഞ്ഞ പടമാണ്. ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. ലൈക്ക് സ്ത്രീകളെ വേറെ തരത്തിൽ വളരെ ബോൾഡായിട്ടും വളരെ ഫണ്ണി ആയിട്ടും വളരെ കുറേ ഇൻട്രസ്റ്റിംഗ് സീനോടെ ഉള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ വിജയലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടർ. എന്താ പറയേണ്ടതിൽ ആക്ച്വലി ഞാൻ 10-20ഓളം സിനിമകൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അറിയാൻ പറ്റുന്നത് മോസ്റ്റ്ലി ഈ യോബിൻ്റെ പുസ്തകം എന്ന പടത്തിലാണ് ആൾക്കാർക്ക് കുറച്ചും കൂടെ അറിയുന്നത്. വിനായകൻ്റെ വൈഫിൻ്റെ ഒരു ചിരു എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പടങ്ങൾ ചെയ്തെങ്കിലും ഈ ക്യാരക്ടർ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ബിക്കോസ് എൻ്റെ ഏജിൽ നിന്ന് വളരെ കൂടുതലായ ഒരു ഏജാണ് ഞാൻ ഈ ക്യാരക്ടറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചാലഞ്ചിങ്ങുമാണ്. പക്ഷേ സ്ക്രിപ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഒരുപാട് ലൈറ്റ് മൊമെൻറ്റ്സ് ആണ്. ഐ മീൻ ഇറ്റ്സ് എ വെരി ലൈറ്റ് ഫിലിം ഇഫ് യു റിയലി റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റ്. എന്താ പറയേണ്ടത് വേറെ? ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണിത്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഈ വർക്ക് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ടെൻഷനും നന്നാക്കണം എന്നില്ല അതിയായ ആഗ്രഹവും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട് ആക്ച്വലി. കോമഡി ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതിൽ കോമഡി ഉണ്ട്. ഈ ക്യാരക്ടറിനെ ഒരുപാട് രസകരമായ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരുപാട് സ്പേസിൽ ഒരു ക്യാരക്ടറാണ് ഇത്. കോമഡി ഉണ്ടോ വെച്ചാൽ കോമഡി ഉണ്ട്. വളരെ സീരിയസ് ആയി സ്ട്രോങ് ലേഡി ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർ വളരെ സ്ട്രോങ് ആണ്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ്. അതുപോലെ അതിൽ ഫൈറ്റ് സീൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായ മൊമെൻറ്റ്സ് ഉണ്ട് ഈ ഫിലിമിൽ, ഈ ക്യാരക്ടറിൽ. അതിൻ്റെ ജേർണി അങ്ങനെയാണ് പോകുന്നത്. വെൽ, ഐ തിങ്ക് എന്നെ സംബന്ധിച്ചോളം 5-ാം തീയതി പടം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും ഗംഭീരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചോളം വളരെ അടിപൊളി സ്റ്റാർട്ടാണ് 2024 എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.